മാഡം പറയും മാഡം ലൈക്ക് മാഡത്തിന്റെ പേരെന്താ? റീന ആന്റണി. റീന ആന്റണി. ഓക്കെ. ഹൗസ് വൈഫ് ആണോ? അതെ, ഹൗസ് വൈഫ്. ആദ്യം തയ്യൽ ടീച്ചറായിരുന്നു. അതെയോ? ശരി. എവിടെയായിരുന്നു പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്? ഇവിടെ തന്നെ. ആദ്യം ഉഷ തയ്യൽ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, കുന്നംകുളത്ത്. അത് കഴിഞ്ഞ് ഇവിടെ കോയമ്പത്തൂർ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങളുടെ ജീവിതം കാരണം എൻ്റെ അവിടെ നിന്ന് ഡിസ്മിസ് ചെയ്തു. നാൻകൂളിൽ നിന്ന് ഡിസ്മിസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ജീവിക്കാനുള്ള മാർഗ്ഗത്തിന് വേണ്ടി ഞാൻ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനിൽ ക്ലാർക്കായിട്ട് വർക്ക് ചെയ്യാൻ പോകും. അതിൻ്റെ ഒരു ഇൻകം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വീണ്ടും ഇയാൾ ക്ലാസ് തുടങ്ങി. ഇവിടെ ഏകദേശം കല്യാണം കഴിഞ്ഞാൽ ഇനി ജോലി ചെയ്യില്ല എന്നുള്ള പ്രതീക്ഷയോടുകൂടി വന്നതാണ്. പക്ഷേ എനിക്ക് ജോലി ചെയ്യേണ്ടി വന്നു. അത് സങ്കടമുണ്ടോ അങ്ങനെ ചെയ്യേണ്ടി? ഒന്നുമില്ലായിരുന്നു, സങ്കടമൊന്നുമില്ല. ആദ്യം തമിഴ് ഒരു പ്രോബ്ലം ആയിരുന്നു. ക്ലാസ് തയ്യൽ ക്ലാസ് എടുക്കാൻ തമിഴ് വല്ലാത്തൊരു പ്രോബ്ലം ആയിരുന്നു. പിന്നെ എല്ലാവരും അതിന് സാരില്ല, അത് അങ്ങോട്ട് തിരിച്ചു മറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ് വരും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തമിഴും പഠിച്ചപ്പോൾ അതെ അങ്ങനെ പഠിച്ചു. അയാൾ നല്ലൊരു 10-25 മെഷീനുകളോ ഞങ്ങളിട്ട് ഇവിടെ ഏകദേശം ഈ പിന്നെ ഒരു നല്ലൊരു സമൂഹത്തിന് ടൈലറിങ് പഠിപ്പിച്ചു കൊടുത്തു ചേച്ചി. അത് കാരണം ചേച്ചീനെ ഇവിടെ ഇപ്പം നമ്മളറിയപ്പെടുന്ന പോലെ ചേച്ചിനെ അറിയപ്പെടും. അതൊരു വലിയൊരു ഇതായിരുന്നു. ഇതൊക്കെ കാണുന്ന സൈഡിലൊക്കെ മാനുഫാക്ചറിങ് യൂണിറ്റാണ്. വുഡൻ. പിന്നെ മോൻ വന്നിട്ട് ഇപ്പോൾ ഇന്റീരിയർ ഡെക്കറേഷൻ. അവൻ ഈ മൾട്ടിനാഷണൽ കമ്പനികളില്ലേ, ഇപ്പം ഞാൻ എന്താ വെച്ചാൽ അവനെന്താ വെച്ചാൽ ഞാനൊരു കഷ്ടപ്പെട്ടാണ് മുന്നോട്ട് വന്നത്. അപ്പോൾ അവന് ജീവിക്കാനുള്ള എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്താലും അവൻ പിന്നെ ലൈസി ആകാൻ പാടില്ല. അപ്പോൾ അത് മാത്രമല്ല അവന് ടാലൻറ്റ് വേറെ വിധത്തിലായിരിക്കും. ഞാൻ ഈ ഇന്റീരിയർ ഡെക്കറേഷനൊക്കെ എടുത്തിരുന്നതാണ്. അപ്പോൾ അത് അവനും ഒരു ഫ്രണ്ടും കൂടി വേറൊരു കമ്പനി ശില്പീസ് എന്നും പറഞ്ഞിട്ട് വേറൊരു കമ്പനി തുടങ്ങി. അവർ അതിൽ അപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ മോഡേൺ ടൈപ്പ്, ഞാൻ നോക്കുമ്പോൾ പഴയ ടൈപ്പാണ്. ഇവരൊക്കെ ഇപ്പം ലേറ്റസ്റ്റ് ട്രെൻഡിലാണ്. അവരുടെ ഫർണിച്ചറും അവരുടെ കാറ്റലോഗും ഒക്കെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഇപ്പോഴത്തെ മോഡേൺ ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ അവൻ്റെ ഇതിൽ ലൈനിൽ പോയിക്കൊണ്ടിരിക്കും. ഉണ്ട്. അവന് BBMCA പഠിച്ചല്ലോ, ബിസിനസ് മാനേജ്മെൻറ്റാണ് ഞാൻ പഠിപ്പിച്ചത്. അപ്പോൾ അത് കാരണം അവൻ ബിസിനസ് നല്ല ടാലൻ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ മകനാകുമ്പോൾ എൻ്റെതായിട്ടുള്ള കഴിവ് അവനും കേട്ടാകേസ് കിട്ടിക്കണില്ലേ. അപ്പോൾ എൻ്റെ ആഗ്രഹം എന്നിൽ കൂടുതൽ എൻ്റെ മകൻ ഉയരണം. അപ്പോൾ അവനെ പുതിയ മേഖലകളിലേക്ക് ഞാൻ കടത്തി വിട്ടു. അവൻ അതിൽ ഷൈൻ ചെയ്യുന്നുണ്ട്, നന്നായിട്ട് പോകുന്നു. ദൈവത്തിൻ്റെ പ്രത്യേക പരിപാലനം. അത് സാറിന്റെ മാഡമും വന്നിട്ട് ക്രിയേറ്റീവ് ആണല്ലോ. ഇപ്പൊ തയ്യൽ എന്ന് പറയുമ്പോൾ സ്റ്റിച്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്രിയേറ്റിവിറ്റി വേണം. അത് എങ്ങനെ ഏത് രീതിയിൽ വേണം എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ ചിന്തിച്ചാലേ അത് കിട്ടും. അല്ലാതെ മാത്രമല്ല മുമ്പിലേക്ക് എല്ലാം അറിയാം. ഫ്ലവർ ഉണ്ടാക്കാൻ അറിയാം, ബ്രൊക്കെ കാര്യങ്ങളൊക്കെ. പറഞ്ഞത് ശരിയല്ലല്ലോ, സാറിന്റെ മാത്രമായിട്ട് മകനായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. രണ്ടുപേരെയും കൂടി ശരിയാ. നമ്മള് മാഡത്തിന്റെ ക്രിയേറ്റിവിറ്റി ഉണ്ട്, ബുദ്ധിയുണ്ട്. അതുകൊണ്ടാണ് ഇന്റീരിയർ ഡെക്കറേഷൻ അല്ല ഉണ്ട്. ഇവൾക്കെല്ലാം പിന്നെ എൻ്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം സർവകലാമല്ല പോയ. കാരണം ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ അടപ്പം ഉണ്ടാക്കാൻ ആൾക്ക് സാധിക്കും. ബാഗായിട്ട് വാനിറ്റി ബാഗ്, മറ്റത് പിന്നെ അതേമാതിരി തന്നെ ഈ ബൊക്കകളൊക്കെ ഇല്ലേ, ബൊക്കകൾ, ഒരുപാട് ഐറ്റംസ്. എന്താ ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ അബ്സർവ് ചെയ്യാനുള്ള അതൊരു പ്രത്യേക കപ്പാസിറ്റി ആയിരിക്കും. ദൈവം കൊടുത്തൊരു വരദാനായിരിക്കും. അതുകൊണ്ട് എന്താണെന്നറിയാം, ഞങ്ങൾക്കിപ്പോൾ ജീവിതത്തിൽ കഷ്ടം വന്ന കാലത്ത് ഞങ്ങൾക്ക് ജീവിക്കാൻ പ്രയാസം ഉണ്ടായില്ല. നന്നായിട്ടുണ്ട്. നല്ല ഹാർഡ് വർക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി. നല്ലൊരു സ്റ്റേജിലെത്തിയിട്ടുണ്ട്. ഇപ്പം എൻ്റെ മോള് ലെക്ചറാണ്. ഞങ്ങൾ ആദ്യം കല്യാണം കഴിഞ്ഞ സമയത്ത് 60 രൂപ വാടകയ്ക്ക് താമസിച്ചിരുന്നതാണ്. 31 കൊല്ലമായി. ഒരു മോനും ഒരു മോളും. മോളിപ്പോൾ വരും. അവർക്ക് നാളെ ക്രിസ്മസ് അല്ല, അവിടെ കല്യാണം കഴിഞ്ഞ് കൊടുത്തിരിക്കുക. ഈ ഓഗസ്റ്റ് കല്യാണമായിരുന്നു, ഓഗസ്റ്റ് 16 കല്യാണമായിരുന്നു. അപ്പോൾ അവർ ഇപ്പോൾ ഫാഷൻ ഡിസൈനാണ് പഠിച്ചിരിക്കുന്നത്. ലെക്ചറായിട്ട് ശ്രീകൃഷ്ണ മോള് ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്നു ഇവിടെ ശ്രീകൃഷ്ണ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ. MPhil വരെയും പഠിച്ചു. ഇപ്പോൾ PhD എടുക്കാൻ പോകുന്നു. നല്ല ടാലൻ്റായിട്ട് അവളും വർക്ക് ഇത് ചെയ്യുന്നുണ്ട്. കാരണം CAD പാസ്സായി. പിന്നെ എന്താ നെറ്റ്, അത് കാരണം ഇവിടെ കോളേജിൽ നിന്ന് വരുമ്പോൾ തന്നെ ഉടൻ ജോലി കിട്ടി. എല്ലായിടത്തിലും ഇൻവോൾവ്. മലയാളി സമാജം, കോയമ്പത്തൂർ മലയാളി സമാജം, കേരള കത്തോലിക്ക അസോസിയേഷൻ. കേരള കത്തോലിക്ക അസോസിയേഷൻ്റെ ഒരു മെയിൻ ആളായിട്ട് തന്നെ ഞാൻ, കാരണം 76 യേശുദാസിൻ്റെ പരിപാടിയൊക്കെ നടത്തിയാണ് കത്തോലിക്ക അസോസിയേഷന് സ്വന്തമായിട്ട് ഞാൻ സ്ഥലം വാങ്ങുന്നത്. ഞാൻ സെക്രട്ടറി ആയിരുന്നു 1976. പിന്നീട് ഓരോ കാലഘട്ടങ്ങളിലും ഒരു 10 വർഷത്തോളം അതിൻ്റെ സെക്രട്ടറി ആയിട്ടിരുന്നു.
ആ സംഘടനയ്ക്ക് ഇപ്പോൾ എൻ്റെ ഒരു ഭാവന തന്നെയായിരുന്നു, എനിക്ക് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു KCSEക്ക് ഒരു മെട്രിക്കുലേഷൻ സ്കൂൾ വേണമെന്ന്. അതിനെയും ഞാൻ തുടക്കം കുറിച്ചു, സാധിച്ചു. എന്ന് അല്ലല്ല, കേരള കാത്തലിക് അസോസിയേഷൻ. ഇപ്പം സണ്ണിച്ചേട്ടനൊക്കെ KCSE, നമ്മുടെ സണ്ണിച്ചേട്ടനൊക്കെ മെമ്പറാണ്, ലിജോയെല്ലാം മെമ്പറാണ്. അപ്പം ഞങ്ങളങ്ങനെ ഞങ്ങൾ ഒരു 1 ലക്ഷം വീതം എടുത്ത് ഒരു 30 lakhs, ഒരു 44 lakhs പ്രോജക്റ്റ് എടുത്ത് ഇപ്പോൾ 35 lakhs ഒരു പ്രോജക്റ്റ് പൂർത്തിയാക്കി. LKG UKG വരെ ഇപ്പോൾ അടുത്ത അഡ്മിഷൻ നടക്കുന്നു. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക് തിങ്. അത് ഒരു സ്കൂൾ എന്ന് പറയുമ്പോൾ അത് സർവീസാണ്, ഒരു കമ്മ്യൂണിറ്റി സർവീസാണ്. അതിൻ്റെ മോട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് പഠിക്കാനായിട്ട് നമ്മൾ സമൂഹത്തിൽ ആർക്കൊക്കെ പറ്റിയില്ലയോ അവർക്ക് നമ്മൾ പരസ്പരം സഹായിക്കുക, അവരൊക്കെ സ്പോൺസർഷിപ്പ് ആളൊക്കെ എഡ്യൂക്കേഷൻ കൊടുക്കുക. കാശ് കൊടുക്കണേക്കാട്ടിലും വലിയ സഹായമാണ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്. എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ അവര് സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവുണ്ട്. പിന്നെ സാർ പറയൂ സാർ, ഇപ്പോൾ എത്ര പേര് വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കമ്പനി? നമ്മുടെ കമ്പനി ഇപ്പോൾ ഒരു 16 പേരോളം വർക്ക് ചെയ്യുന്നുണ്ട്. 16 പേര്. നമ്മള് വേറൊരാളുടെ വർക്കറായിരുന്നു, ഇന്ന് നമ്മൾ 16 പേരുടെ ബോസാണ്. അപ്പൊ ആ ഒരു ഫീൽ ഉണ്ടാവും? ഒന്നുമില്ല, ഞാൻ എൻ്റെ സഹോദരന്മാരെ അവിടെ സ്നേഹിക്കുന്നു, അവിടെ എല്ലാ വശങ്ങളും ഞാൻ സഹായിക്കുന്നുണ്ട്. എല്ലാവർക്കും ഞാൻ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്, 1 lakh ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. എന്ത് കഷ്ടം വന്നാലും അവരുടെ ഒപ്പം ഞാൻ ഉണ്ടാകും, ഞങ്ങളുടെ കുടുംബം ഉണ്ടാകും. അത് കാരണം എന്താ, ഇപ്പോൾ എൻ്റെ മെയിൻ വർക്കർ ആയിരിക്കുന്നത് പിന്നെ എൻ്റെ ഒരു സഹോദരന്മാർ മധു എന്ന് പറയും, 10-16 വർഷത്തോളമായി. അദ്ദേഹത്തിന് ക്വാർട്ടേഴ്സ് കൂടെ വീട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഫാക്ടറിൻ്റെ ഉള്ളിൽ തന്നെ. അദ്ദേഹമൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ആ ടീം എൻ്റെ അടുത്ത് ഒരിക്കൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും തിരിച്ചു പോകാറില്ല. കാരണം അവർക്ക് വേണ്ടതൊക്കെ പറഞ്ഞല്ലേ, ഞാൻ കഷ്ടത്തിൽ വളർന്നതാണ്. മാത്രമല്ല സാർ ഭയങ്കര ഹോസ്പിറ്റാലിറ്റിയോട് കൂടി സ്വീകരിക്കുന്ന ആൾക്കാർ. ഇപ്പൊ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ ഇവിടെ ഉണ്ടായിരുന്നു. ലൈക്ക് വി ഡിഡ്ന്റ് ഫീൽ ലൈക്ക് വി ആർ ഗസ്റ്റ് ടു യുവർ ഹോം. അങ്ങനെ ഒരു ഫീൽ നിങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ നിങ്ങളുടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. വർക്കേഴ്സായിട്ട്. പിന്നെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പം കേരള ക്ലബ്ബ്, മലയാളി സമാജം, ഇവിടെയുള്ള എല്ലാ സംഘടനകളിലും ഞാൻ മെമ്പർ അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് മെമ്പർ അല്ലെങ്കിൽ ഒരു ഓഫീസ് ബെയർ ആയിട്ടുണ്ട്. അത് സാധിച്ചിട്ടുണ്ട്. എന്താ ഒരു പ്രത്യേക കഴിവ്, ആൾക്കാരെ ഒന്ന് അട്രാക്ട് ചെയ്യാനും നമ്മളവരെ കൺവിൻസ് ചെയ്യുന്നത് മതി. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത് 10 പേര് ഒരു 10-50 പേരുണ്ടെങ്കിൽ അവരെ കൺവിൻസ് ചെയ്ത് കാര്യം നടത്തുക. അവർ എല്ലാവരും ഏകോപിക്കാം, മനസ്സുകളെല്ലാം എല്ലാവരും ഒരേ അച്ചുതണ്ടിൽ കൊണ്ടുവരണം. എന്നാൽ മാത്രമേ നമുക്കൊരു പ്രോജക്റ്റ് എടുത്ത് സക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങളിപ്പോൾ ഇതിൽ കൂടെ തന്നെ ഒരു കർണാലയം എന്നും പറഞ്ഞിട്ട് ഒരു ഓർഫനേജ്, ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും അവിടെ സെൻറ്റ് തോമസ് ഫർണിച്ചറിൻ്റെ എൻ്റെ മുതലാളിയായിരുന്നില്ലേ, അയാൾ ഒരു ഓർഫനേജ് നടത്തുന്നുണ്ട്. അതിലും ഞാൻ പാർട്ടിസിപ്പൻ്റാണ്. ഇവിടെ ഒരു 10-18 ലക്ഷത്തിൻ്റെ ഒരു പ്രോജക്റ്റ് നടത്തി, ഒരു ബാലമന്ദിരം കെട്ടി. അതൊക്കെ ഞാൻ എൻ്റെ ഒരു പ്രത്യേക, ഞാൻ ഓരോരുത്തർക്ക് പോയി പറയും, എന്നെ ഞങ്ങൾ ഇത് പിന്നെ ഓർഗനൈസ് നടത്തുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ അവർ പറയുമ്പോൾ എനിക്കൊരു റൂം തരണം, 60,000 രൂപ നിങ്ങൾ തരണം, അത് നിങ്ങളുടെ അപ്പൻ്റെ അമ്മയുടെ പേരിൽ ഞങ്ങൾ അവിടെ സ്പോൺസർഷിപ്പായിട്ട് വെക്കാം. ഇപ്പോൾ ആ കരുണാലയത്തിൻ്റെ നല്ലൊരു വർക്ക് തീർന്ന് ഒരു 18 ലക്ഷത്തിൻ്റെ പ്രോജക്റ്റ് തീർത്ത് ഒരു 10 റൂം ഞങ്ങൾക്ക് ഒരു റൗണ്ട് ടേബിൾ നമ്പർ 20 2 റൂം തന്നു. അങ്ങനെ ഇൻഡിവിജ്വൽ എൻ്റെ പേഴ്സണൽ കപ്പാസിറ്റിയിൽ എന്നെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കൾ ഓരോരുത്തരും 60,000 തന്ന് ഞങ്ങളവിടെ ആ പ്രോജക്റ്റും തീർത്തിട്ടുണ്ട്. കാരണം ആൾക്കാർക്ക് എന്ന് വെച്ചാൽ അവിടെ നിന്നല്ല ഈ പിന്നെ മക്കൾ നോക്കാത്ത അപ്പന്മാരൊക്കെ അമ്മ അല്ലേ, ആ 2 കൂട്ടുകാരികളാണ് എടുക്കുന്നത്. അത് എൻ്റെ സുഹൃത്ത് തോമസ് എന്ന് പറയുന്നത് അതിനുവേണ്ടി അയാളുടെ ഡെഡിക്കേറ്റ് സർവീസാണ്. 7 ഏക്കർ സ്ഥലമുണ്ട്. ഇപ്പം എന്നെ ശരിക്കും എടുക്കുന്നതിലും നല്ലത് അങ്ങനെ ഒരു വ്യക്തിനെ പ്രൊജക്റ്റ് ചെയ്യായിരിക്കും. അങ്ങനെയല്ല സാർ, ഇത് വന്ന് നമ്മൾ അല്ല എന്ന് വെച്ചാൽ അത്ര സർവീസ് ഓറിയന്റഡ് അദ്ദേഹം. സാർ വന്നിട്ട് നമ്മൾ സർവീസ് ഓറിയന്റഡ് മാത്രമല്ല, ലൈക്ക് ജീവിതത്തിൽ കഷ്ടപ്പെട്ട് അതുണ്ട് മോളെ. നമ്മൾ ഒരിക്കലും ഡിനൈ ചെയ്യാൻ ഓക്കെ അല്ല, അതിന് കഷ്ടപ്പെട്ട് മാത്രമല്ല, ഞാൻ ജീവിതത്തിൽ കഷ്ടപ്പെട്ട് ഞാനും എൻ്റെ കുടുംബം കഷ്ടപ്പെട്ട് ആരുമുണ്ട്. പക്ഷേ അന്നും തല ഉയർത്തി പിടിച്ചിട്ട് ഞങ്ങളുടെ കഷ്ടങ്ങൾ പുറത്തറിയിക്കാണ്ട് അന്നും ജെന്റിൽമാനാണ്. ഡ്രസ്സ് നല്ല ഡ്രസ്സിങ് പുറത്തു വന്നാൽ ഞങ്ങളുടെ വീട്ടിലേക്ക് കിട്ടാറില്ല. പൊതുക്കാര്യമാണ് മോളെ. പൊതുസേവനത്തിൽ എനിക്കിപ്പോൾ ഡോക്ടർമാരെ അടക്കാണ്. കാരണം ഞാൻ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ട അവർ അഡ്മിഷൻ കാര്യങ്ങളും കോഡും കാര്യങ്ങളും, അപ്പോൾ അവരുടെ സർവീസുമായിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കുടുംബം നോക്കാനെങ്കിലും മറ്റുള്ള ആരെങ്കിലും അനുഭവിക്കും. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ മറ്റുള്ളവരോട് സേവനം ചെയ്യുമ്പോൾ നമ്മുടെ സഹായിക്കാനുണ്ടാവും.